The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. 150 and 550 അല്ലേ? What is the third term of the sequence? What is the eighth term? What are the first 3 terms of the sequence? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മലയാളം ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150ഉം ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550ഉമാണ്. ശ്രേണിയുടെ 3-ാം പദം എന്താണ്, 8-ാം പദം എന്താണ്, ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ മലയാളം കണ്ടല്ലോ അല്ലേ? സോ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് 115 തന്നിട്ടുണ്ട് ആൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഈസ് 515 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ തേർഡ് ടേം എന്ന് ചോദിച്ചാൽ നമുക്ക് 5 ടേമിൻ്റെ പ്രോപ്പർട്ടി വെച്ച് തേർഡ് ടേം കാണാൻ പറ്റും അല്ലേ? കാര്യം നമുക്ക് എഴുതാൻ പറ്റും എന്ത്, ഇവിടെ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 this is equal to 150. ഇത് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ സം ഓഫ് 5 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 5 ഇൻറ്റു മിഡിൽ ടേം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, സം കിട്ടും. 5 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 150 കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇംപ്ലൈസ് 5 ഇൻറ്റു x3 ഈസ് ഈക്വൽ ടു 150 implies x3 is equal to എന്ത് കിട്ടും, x3 equal to 150 by 5 is equal to 30. ഇതാണ് എന്ത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ആദ്യത്തെ 5 ടേമിൻ്റെ സമ്മ് 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താ പറയുക ആ ഒരു മിഡിൽ ടേം നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, ആ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ് എന്ത്, സമ്മ് 150 എന്ന് പറയുന്നത്. അതോടുകൂടി അത് കിട്ടി. ഇനി വാട്ട് ഈസ് ദ 8th ടേം എന്നാണ് ചോദിച്ചത് അല്ലേ? സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് 550 എന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഈസ് 550 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തെന്നറിയോ, ഇവിടെ x6 പ്ലസ് x7 പ്ലസ് x8 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. x8 പ്ലസ് x9 പ്ലസ് x10 ഈസ് ഈക്വൽ ടു എന്താ വരിക, s10 മൈനസ് s5. എന്താ ഈ എഴുതിയതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ടേമിന്റെ തുകയിൽ നിന്ന് ആദ്യത്തെ 5 ടേമിന്റെ തുക സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 6 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിന്റെ സമ്മ് കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ദിസ് ഈസ് 150 550 എന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എത്ര വരിക, ഇത് 400 എന്നാണ് വരിക. 400 എന്നാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ ചെയ്ത അതേ മെത്തേഡ് എന്താണ് ആ മെത്തേഡ്, ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് 5 ഇൻറ്റു ഇവിടെ 5 ടേം അല്ലേ ഉള്ളൂ, 5 ഇൻറ്റു x8 ഈസ് ഈക്വൽ ടു എന്താ വരിക, 400 എന്ന് വരും. 5 ഇൻറ്റു x8 ഈക്വൽ ടു 400. x8 ഈസ് ഈക്വൽ ടു 400 by 5 which is 80. അപ്പോൾ 8 5 40 80 എന്നാണ് വരിക. അപ്പൊ x8 എന്ന് പറഞ്ഞാൽ 50 ആണ് വരിക. x3 എത്രയായിരുന്നു, 30 ആയിരുന്നു അല്ലേ? സോ 10 20 30 30 30 60 60 40 100 150 150 കണ്ടോ? എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ വരണമെന്ന് അറിയോ, ഓരോ ടേം 10 20 30 40 50 60 അങ്ങനെയാണ് എന്ത് പറയുന്നത്, 8ാമത്തെ ടേം 80 എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസറും ഇതോടുകൂടി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്, വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ് എന്നാ ചോദിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇവിടെ 10 20 30 40 50 ആ രീതിയിലാണ് വരിക. സോ ഫസ്റ്റ് 3 ടേംസ് കാണാൻ വേണ്ടി നമുക്ക് ഗസ്സിങ് പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. 3ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എഴുതാം എന്ത്, ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എന്താ വരിക, 80 മൈനസ് 30 ബൈ 8 മൈനസ് 3. ഇതെങ്ങനെ കിട്ടിയേ, ഇവിടെ
എയ്ത്ത് ടേം അറിയാം, തേർഡ് ടേം അറിയാം. സോ 80 മൈനസ് 30. പിന്നെയോ ഇവിടെ പൊസിഷന്റെ ഡിഫറൻസ് ആണ് ഇത് അല്ലേ. സോ 50/5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരിക? 10 ആണ് വരിക. സോ ഡി ഈക്വൽ 10 എന്ന് കിട്ടി. ഡി ഈക്വൽ 10 കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ മൂന്നാമത്തെ ടേം 30, രണ്ടാമത്തെ ടേം അന്ന് 10 കുറച്ചാൽ മതി 20 കിട്ടുക. ഒന്നാമത്തെ ടേം 10 ആണ് വരിക. നാലാമത്തെ ടേം എന്ത് ചെയ്യാം? വീണ്ടും 10 കൂട്ടി കഴിഞ്ഞാൽ 40 ആണ് വരിക. സോ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ഫസ്റ്റ് 3 ടേംസ് ആർ എന്നിട്ടോ എന്താ എഴുതാൻ പറ്റുക? ഇവിടെ ഫസ്റ്റ് 3 ടേംസ് ആർ ഫസ്റ്റ് x1 അല്ലേ. x1 എത്രയായിരുന്നു? 10, പിന്നെ 20, പിന്നെ 30, സോ ഓൺ. ഈ രീതിയിലാണ് വരിക. 10, 20, 30 ആ രീതിയിലാണ് പോകുക. ഈസി അല്ലേ? അപ്പൊ ഇതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ നമ്മൾ പറഞ്ഞു 10, 20, 30. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തു. 10, 20, 30 നമ്മൾ ചെയ്തു കഴിഞ്ഞു. 8ാമത് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 80 ആണ് വരെ. 3ാമത് എത്ര എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ ഓക്കെ, find the sum of the first 25 terms of each of the arithmetic sequence below. അപ്പൊ താഴെ തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 25 ടേമിന്റെ സമ്മ് കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യാം. ഇവിടെ തന്നെ ചെയ്യാം അല്ലെ. സോ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ടേം 11 ആണ്. ഇപ്പൊ നമുക്ക് ഈ സമ്മ് വരുമ്പോഴേ ഈ എഫ് എന്നുള്ളതിനേക്കാൾ നമുക്ക് നല്ലത് എന്താന്ന് വെച്ചാൽ x1 യൂസ് ചെയ്യാണ്. x1 ഈക്വൽ ടു 11. ഡി ഈക്വൽ ടു എന്താ വരിക? 11 പ്ലസ് 11 ആണ് 22 അല്ലെ. അല്ലെങ്കിൽ 22 മൈനസ് 11 എഴുതിയാൽ മതി. ഡി ഈക്വൽ ടു 22 മൈനസ് 11 ഈക്വൽ ടു 11. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങളോട് കാണാൻ പറഞ്ഞ എന്താ? ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞത് അല്ലെ. സോ നമുക്ക് പറയാൻ പറ്റും S25 ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ n/2 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്താ? ഫസ്റ്റ് ടേം 11 പ്ലസ് ഇവിടെ എന്താണ് 25ാമത്തെ ടേം നമുക്ക് അറിയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ 25ാമത്തെ ടേം കൂടി കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം പ്ലസ് 24 ഇൻറ്റു എന്താണ് ഇവിടെയുള്ള ഡി എന്ന് പറയുന്നത്? അത് 11 തന്നെ വരിക. സോ 11 എന്ന് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എഴുതാൻ പറ്റും എന്ത്? 25/2 ഇൻറ്റു എന്താ പറയാ? ഇവിടെ എ പ്ലസ് ലാസ്റ്റ് ടേമിന് പകരം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമിന് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ 2 ഇൻറ്റു എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി, അല്ലെങ്കിൽ 2 ഇൻറ്റു x1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഇതാണ് ആക്ച്വലി എന്ത്? 2 ഇൻറ്റു x1 എന്ന് പറയുന്നത് പ്ലസ് n-1 ഇൻറ്റു ഡി, അതാണ് 25 - 1 24 ഇൻറ്റു ഡി, അതാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ സത്യത്തിൽ 24, 25, 26 26 11 ആണ് വേണ്ടി വരുന്നത്. 26 11/2 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എഴുതാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു 25/2 ഇൻറ്റു ഇവിടെ 24 11 25 11 26 11 26 ഇൻറ്റു 11. സോ ഈ 2ഉം ഈ 26ഉം കട്ടായാൽ 13 വരും അല്ലേ. സോ 25 ഇൻറ്റു 11 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ 10 130 130 130 അല്ലേ. 130 13 143. 25 ഇൻറ്റു 143 ആണ് വരിക. 25 ഇൻറ്റു 143 ആണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു 143 ഇൻറ്റു 25. ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 ഇൻറ്റു 143 ചെയ്യുക. 14300 അല്ലേ. 14300 പകുതി കാണുക. 143 എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും പകുതി കണ്ടാലും മതി. അതല്ലെങ്കിലോ നിങ്ങൾക്ക് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം, സോറി മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം. സോ 5 ഇൻറ്റു 3 എത്രയാ? 15 വരും, ബാക്കി 1 വരും. ദെൻ 5 ഇൻറ്റു 4 20 21 വരും, ബാക്കി 2 വരും അല്ലേ. ദെൻ 5 ഇൻറ്റു 4 കഴിഞ്ഞ് 5 ഇൻറ്റു 1, അപ്പോൾ ഇവിടെ 7 വരും, 715 വരും. ദെൻ 2 ഇൻറ്റു 3 6 വരും, 2 ഇൻറ്റു 4 8 വരും, 2 ഇൻറ്റു 1 2 വരും. സോ ഇത് ആഡ് ചെയ്താൽ
5 7 3 5 7 5. So this is going to be 3 5 7 5. ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഇത് നിങ്ങൾക്ക് അല്ലാതെ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓർഡർ ഒന്ന് മാറ്റിയാൽ മതി. 25 × 11 എന്ന് പറഞ്ഞ 25 10 250 275 275 × 13 ചെയ്താൽ മതി. 275 × 10 എന്ന് പറയുമ്പോൾ 2750. അതേപോലെ തന്നെ 3 275 എന്ന് പറയുമ്പം എന്താ പറയുക 2750 പിന്നെ കറക്റ്റാണ് 3575. കറക്റ്റാണ്. സോ ഇതാണ് ആൻസർ വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് 12 23 34 ഇതാണ് തന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം x1 = എന്താ വരിക? 12 തന്നിട്ടുണ്ട്. d = 23 - 12 എന്താ വരിക? 11 എന്ന് വരും. 23 - 12 11 എന്ന് വരും. ഇനി നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മാണ് അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും S25 = 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു 2 × 12 പ്ലസ് n-1 × d 24 × d. ഇതാണ് വേണ്ടി വരിക. ഇത് n/2 × 2 × x1 പ്ലസ് n-1 × d എന്നുള്ളതാണ് ഫോർമുല. ഇവിടെ നമ്മൾ 11 + 11 ചെയ്തതിന് പകരം ഇവിടെ 2 × 11 ഫോർമാറ്റിൽ ഇവിടെ 2 × 12 ആണ് ആദ്യത്തെ ടേം. 2 × 12 എന്ന് എഴുതി. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? 25/2 2 12 അല്ലേ? 24 24 + 11 24 അല്ലേ? സോ 12 12 × 24 വരും. ഈ 2ഉം ഈ 12ഉം കട്ടാൽ ഇവിടെ എന്ത് വരും? 6 വരും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ 2ഉം ഈ 24ഉം കട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വരും? 12 വരും അല്ലെ? സോ നമുക്ക് വരിക 25 × 144 ആണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു 25 × 144 എന്ന് പറഞ്ഞാൽ 72 36 അല്ലേ? സോ 3600. ഇതാണ് ആൻസർ വരിക. 3600. അതെങ്ങനെ 3600 ആയി? ഒന്നുമില്ല. 144 × 25 പകരം എന്ത് ചെയ്തു? 72 ഹാഫ് × 15 എഴുതാം. 144/4 ചെയ്താൽ 36 കിട്ടും. ഈ 25 × 4 ചെയ്താൽ 100 കിട്ടും. സോ 36 × 100 ചെയ്താൽ അതിലും എളുപ്പമാണ്. സോ 3600. സോ ഈസി. സോ 3600 എന്നുള്ളതാണ് എന്ത് ചെയ്യുക? ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇതിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു 25 ആണ് ഇവിടെ കുറവുണ്ടാവുക. എന്താ കാര്യം? ഇവിടെ ഓരോ ടേമിലും 1 കൂടുതലാണ്. 25 ടേമല്ലേ ഉള്ളത്. അപ്പൊ 25 ടേമിൽ 1 കൂടുതലാണ് ഏത്? ആദ്യത്തെ സീക്വൻസിനേക്കാളും 25 ടേമിൽ 1 കൂടുതൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീക്വൻസിനേക്കാൾ 25 കൂടുതലാണ് രണ്ടാമത്തെ വരിക. സോ 3575 + 25 3600. സോ ആൻസർ ഇസ് പെർഫെക്റ്റ്ലി കറക്റ്റ്. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതില് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the sum of the first 20 terms and the next 20 terms of the arithmetic sequence 6 10 14. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 20 ടേംസും അതിൻ്റെ ശേഷമുള്ള 20 ടേംസും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്നാണ് ചോദിച്ചത്. സോ ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇത് നമ്മൾ ചെയ്യുക? ഏറ്റവും ആദ്യം 6 10 14 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും F = 6 D = 10 - 6 4 അല്ലേ? x1 = F = 6 D = 4 എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം what is the difference between the sum of the first 20 terms and the next 20 terms of the arithmetic sequence എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? S10 കണ്ടുപിടിക്കാം.
ആദ്യത്തെ 10 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കാം. അപ്പൊ ദിസ് ഇസ് ഈക്വൽ എന്താ വരിക? 10/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാ? 6 പ്ലസ് 6 പ്ലസ് എന്താണ് 10th ടേം? 6 പ്ലസ് 9 ഇൻറ്റു ഡി. എന്താ ഡി? 4 വരും. ഇതാണ് 10th ടേം. എ പ്ലസ് അല്ലെങ്കിൽ എഫ് പ്ലസ് 10 - 1 ഇൻറ്റു ഡി. D4 അല്ലേ കിട്ടിയത്? യെസ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? സോ 5 ഇൻറ്റു ഇവിടെ 9 4 9 9 18 36 36ഉം 12ഉം 48 വരും അല്ലേ? സോ 5 ഇൻറ്റു 48 വരും. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 12 വരും. 9 9 18 36 36ഉം 12ഉം 48 വരും അല്ലേ? സോ 48/24 ഇൻറ്റു 10 240. സോ ദിസ് ഈസ് ഈക്വൽ ടു 240 എന്നാണ് വരിക. ഓക്കെ. സോ ആദ്യത്തെ 10 ടേമിന്റെ സം എന്താ വരിക? 240 ആണ് വരിക. ഇനി നിങ്ങൾക്ക് എന്താ കാണേണ്ടത്? You need to actually what is the difference between the sum of the first 20 terms എന്നാണ് ചോദിച്ചത്. സോ 20 ടേംസ് ആണ് ചോദിച്ചത്. സോറി ഫോർ ദാറ്റ്. 20 ടേംസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി. 20/2 ആക്കിയാൽ മതി കേട്ടോ. 20/2. അപ്പൊ ഇവിടെ എന്താ വരിക? ഇവിടെ 10 ആണ് വരിക. ഇവിടെ 10 ആവുമ്പോൾ 240 അല്ല വരിക. എത്രയാ? 480 ആണ് വരിക. ഓക്കെ, 480. ഓക്കെ, ഫസ്റ്റ് 20 ടേംസ് ആണ് ചോദിച്ചത്. സോറി, ഈ രീതിയിൽ മാറ്റിയാൽ മതി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇനി ഇങ്ങനെ അടുത്ത 20 ടേംസിന്റെ സം എങ്ങനെ കാണുക? അതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? നിങ്ങൾ ആദ്യം 40 ടേമിന്റെ സമ്മ് കാണാം. എന്നിട്ടോ അതൊന്ന് ആദ്യത്തെ 20 എണ്ണം കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് കിട്ടും? അവസാനത്തെ 20 ടേമിന്റെ സമ്മിന്റെ ഇത് കിട്ടൂലേ? ഒന്നുകൂടി പറയാം. ആദ്യത്തെ 40 ടേമിന്റെ സമ്മ് കാണാം. അതിന്ന് ആദ്യത്തെ 20 ടേമിന്റെ സമ്മ് കുറച്ചാൽ എന്ത് കിട്ടും? പിന്നെയുള്ള 20 ടേമിന്റെ സമ്മ ബാക്കി ഉണ്ടാവുക അല്ലേ? ഇതൊരു മെത്തേഡും. രണ്ടാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ചാൽ, ഇതിൽ 20 ടേം നിങ്ങൾക്ക് അറിയാം അല്ലേ? 20 ടേം നിങ്ങൾക്ക് അറിയാം. 20 ടേമിന്റെ സമ്മ് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് 21 മുതൽ 40 വരെയുള്ള ടേംസിന്റെ സമ്മാണ് ഇനി വേറെ കാണേണ്ടത്. എന്നിട്ടോ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ അതിനു വേണ്ടി 21 മുതൽ 40 വരെയുള്ളത് വേറെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ xn എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? x21 കാണാം. 21ാമത്തെ ടേം കിട്ടും. ഇനി അതേപോലെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? x40 കൂടി കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ അവിടെ ഉള്ള ടേംസിന്റെ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം വെച്ചിട്ട് എന്ത് ചെയ്യാം? ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. സോ 2 രീതിയിൽ ചെയ്യട്ടെ. ഏത് രീതിയിൽ ചെയ്യാൻ നിങ്ങൾ ഇഷ്ടമാണ്. സോ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ 20 ടേമിന്റെ സമ്മ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത 20ന്റെ നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, സോ അടുത്ത 20ന്റെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ 21 എന്നുള്ള ടേം കണ്ടുപിടിക്കുക. x21 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ 6 പ്ലസ് 20 ഇൻറ്റു 4 അല്ലേ? 20 ഇൻറ്റു 4 2 4 8 80 86 അല്ലേ? 86 വരും. സോ ദിസ് ഇസ് 86 വരും. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും x40 ലാസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 6 പ്ലസ് 39 ഇൻറ്റു 4 അല്ലേ? സോ 39 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 40 4 4 4 16 160 അല്ലേ? 156 വരും. 156 6 162 വരും. 162 വരും. 4 9 56 6 42 കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേം. ഇനിയിപ്പോ നമ്മൾ 21 മുതൽ 40 വരെയല്ലേ കാണേണ്ടത്? നിങ്ങൾ നോക്കിയതാ സം ഓഫ് 21 to 40 നമ്മൾ കാണാൻ പോവാണ്. 21 to 40 എന്ന് പറയുമ്പോൾ എത്ര ടേം ഉണ്ടാവും? അതില് 40 ടേം ഉണ്ടാവും. 21 മുതൽ 40 എന്ന് പറയുമ്പോൾ ഇല്ല, അവിടെ എത്ര ടേം ഉണ്ടാവും? 20 ടേമേ ഉണ്ടാവുള്ളൂ. 21 22 23 24 25 26 27 28 29 30 അങ്ങനെ പോയിട്ട് പിന്നെ എത്ര എണ്ണം കൂടി ഉണ്ടാവും? 10 എണ്ണം കൂടി ഉണ്ടാവും. സോ നമുക്ക് പറയാൻ പറ്റുന്നത് 20/2 n/2 ആണ്. ഫസ്റ്റ് ടേം എന്താ? ഇവിടെ ഫസ്റ്റ് ടേം 86. എന്താ ലാസ്റ്റ് ടേം? 162. ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് 2 ഫോർമുല സമ്മിന് പറഞ്ഞിട്ടുണ്ട്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അല്ലെങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമിന്റെ
ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ട ലാസ്റ്റ് ടേമിന്റെ ഇക്വേഷൻ എന്താണ്, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, അല്ലെ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ ഇത് ചെയ്താൽ മതി. സോ ഇത് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്, 21 മുതൽ അടുത്ത 20 ടേമിന്റെ സമ്മ് അല്ലെ. ഈ സമ്മും ഈ ആദ്യത്തെ 20ന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ, സോ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 20/2 എന്ന് പറയുമ്പോൾ 10 വരും അല്ലെ. 10 ഇൻറ്റു 6ഉം 2ഉം 8 വരും. അതേപോലെ തന്നെ 8ഉം 6ഉം 14 വരും. പിന്നെ 248 അല്ലെ. സോ 2480. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയേ. 162 പ്ലസ് 90 എന്ന് പറയുമ്പോൾ 252. 252 4/2 48 ഇൻറ്റു 10 2480. കറക്റ്റ് ആണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡിഫറൻസ് ബിറ്റ്വീൻ ലാസ്റ്റ് സം ഓഫ് ലാസ്റ്റ് 20 ആൻഡ് ഫസ്റ്റ് 20 ഈസ് 2480 മൈനസ് 480 ഈക്വൽ ടു 2000 എന്നാണ് വരിക. 2000 എന്നാണ് വരിക. ഇനി ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മലയാളത്തിൽ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്, ഇവിടെ രണ്ട് സംസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആദ്യത്തെ 20 ടേമും പിന്നെ അടുത്ത 20 ടേമും ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ, ഫസ്റ്റ് ടേം അറിയാം, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡി അറിയാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ 20 ടേമിന്റെ സമ്മ് കാണും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 480 ആണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അടുത്ത 20 ടേം കാണണമെന്നുണ്ടെങ്കിൽ 21ാമത്തെ കാണുക, പിന്നെ 40ാമത്തെ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഇവിടെ 21 മുതൽ 40 വരെയുള്ള സമ്മ് 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം എന്നുള്ളത് ചെയ്യുക. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2480 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആ ചോദിച്ചാൽ 2480 മൈനസ് 480 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 2000 കിട്ടും. അപ്പൊ അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 20 ടേമിന്റെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേറെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, S40 കണ്ടുപിടിക്കുക. 40 ടേമിന്റെ സമ്മ് കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ S20 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, S21 മുതൽ 40 വരെ ഉള്ളത് കിട്ടും അല്ലേ. അപ്പോൾ S20 നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ട്, 480 കിട്ടുക. അതിന്ന് എന്ത് ചെയ്യുക, ആ ഒരു S40 അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2480 കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഈ കിട്ടിയതിൽ നിന്ന് ഈ ഒരു S20 സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ പോലെ 2000 എന്ന ആൻസർ കിട്ടും. അപ്പോൾ അത്ര മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The expression for the sum to n terms of some arithmetic sequence are given below. Find the expression for the nth term of each എന്നാണ് പറഞ്ഞിട്ടുള്ളത്. xn ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഓരോ ശ്രേണിയുടെയും n-ാമതും കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ തന്നിരിക്കുന്ന എന്താ, സം ഓഫ് n ടേംസ് ആണ് അല്ലെ. സം ഓഫ് n ടേംസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള Sn ഈക്വൽ ടു n² പ്ലസ് 2n എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ n-ന് 1 കൊടുത്താൽ, n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, n-ന് 1 കൊടുത്താൽ ഒരൊറ്റ ടേമിന്റെ തുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേം എന്നാ കിട്ടുക. അപ്പൊ x1 ഈക്വൽ എന്താ കിട്ടുക, 1² പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്നാണ് കിട്ടുക അല്ലെ. 3 എന്നാണ് കിട്ടുക. ഇനി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റൂട്ടോ, x1 ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി അതേപോലെ s2 ഈക്വൽ ടു x1 പ്ലസ് x2 ഈസ് ഈക്വൽ എന്താ വരിക, ഇപ്പോൾ രണ്ട് ടേമിന്റെ തുക എന്നല്ലേ S2 എന്ന് പറഞ്ഞാൽ വരിക. അതെന്താ വരിക, ആദ്യത്തെ ടേമിന്റെയും രണ്ടാമത്തെ ടേമിന്റെയും സമ്മാണ് വരിക. സോ അത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഇവിടെ
2 square plus 2 into 2. This is 4 plus 4 equal to 8. അല്ലേ? 4 plus 4 equal to 8 എന്നാണ് വരിക. സോ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം x2 is equal to എന്താ വരിക? x2 equal to എന്താ വരിക? ഇവിടെ x1 നമുക്കറിയാം 3 ആണ് അല്ലേ? സോ x2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3നോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് 8 കിട്ടുക? 5 കൂട്ടിയാലാണ് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് 3 എന്ന് അറിയാമെങ്കിൽ ഇത് നിങ്ങൾക്ക് എത്ര എന്ന് കിട്ടും? 5 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു s2 മൈനസ് x1 വിച്ച് ഇസ് ഈക്വൽ ടു 5 എന്നാണ് വരിക. 5 എന്നാണ് വരിക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് മൊത്തത്തിൽ അങ്ങോട്ട് കിട്ടി. എന്താണ് ഇവിടെ ആദ്യത്തെ ടേം 3 ആണ്, രണ്ടാമത്തെ 5 ആണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഡിയുടെ വാല്യൂ 2 ആണെന്ന് കിട്ടി അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും therefore arithmetic sequence is എന്താ വരിക? ആദ്യത്തെ ടേം 3 വരും, രണ്ടാമത്തെ 5 വരും, മൂന്നാമത്തെ 7 വരും, then 9 വരും, ഇങ്ങനെ പോകും അല്ലേ? എന്നിട്ടോ ഇവിടെ xn ആണ് ചോദിച്ചു, nth ടേം ആണ് ചോദിച്ചത് അല്ലേ? സോ ഫസ്റ്റ് ടേം 3, രണ്ടാമത്തെ 5, മൂന്നാമത്തെ 7, ആ രീതിയിലാണ് വരുന്നത് അല്ലേ? സോ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ 2 3 6 2n+1 എന്ന് കൊടുത്താലോ അല്ലേ? 2 2 4 xnന്റെ ഇക്വേഷൻ എന്താ വരിക എന്നറിയോ? 2n+1 ആ വരിക. അതെങ്ങനെ കിട്ടുക? xn ഈക്വൽ നമുക്കറിയാം ഇക്വേഷൻ f മൈനസ് ഡി പ്ലസ് dn. ദിസ് ഇസ് ഈക്വൽ ടു എന്താ പറയാ? 3 മൈനസ് 1 പ്ലസ് ഡി എത്രയാ? 2 അല്ലേ? 2n. ദിസ് ഇസ് ഈക്വൽ ടു 2n+1. ഇത് തന്നെയാണ് നമ്മൾ ഗസ് ചെയ്തും പറഞ്ഞത്. എന്നിന് 1 കൊടുത്താൽ എന്ത് കിട്ടുള്ളൂ? ആക്ച്വലി എന്നിന് 1 കൊടുത്താൽ 2n+1 എന്ത് കിട്ടും? 3 കിട്ടും. എന്നിന് 2 കൊടുത്താൽ 5 കിട്ടും. ആ രീതിയിലാണ് വരിക. സോ അതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓരോ ശ്രേണിയുടെയും എന്നാമ്പതം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശ്രേണിയുടെ 2n+1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം Sn ഈക്വൽ ടു 2n² + n ആണ് തന്നത്. ഏറ്റവും ആദ്യം S1 ഈക്വൽ ടു 2+1 ഈക്വൽ ടു 3 എന്ന് വന്നു എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഒരൊറ്റ ടേമേ ഉള്ളൂ, അത് x1 മാത്രമാണ് അല്ലേ? ഇനി അതേപോലെ S2 ഈക്വൽ ടു x1 + x2 വിച്ച് ഇസ് ഈക്വൽ ടു 2 into 4 + 2 8 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ x2 ഈസ് ഈക്വൽ എന്താ വരിക? 8 മൈനസ് 3. ദിസ് ഇസ് ഈക്വൽ എന്താ വരിക? 5 എന്നാണ് വരിക അല്ലേ? S2 ഈസ് ഈക്വൽ ടു 2 into 4 പ്ലസ് 2 എന്ന് വരും അല്ലേ? 2 4 8 8 2 ഇവിടെ 10 ആണല്ലോ വരിക. സോറി, ഇവിടെ 10 ആണ് വരിക. 2 4 8 2 10 അല്ലേ വരിക. സോ ഇവിടെ 10 മൈനസ് 3 വരും അല്ലേ? Okay, so this is 10 minus 3. 10 minus x1 എത്രയാ? x1 3. അതിന് മാറ്റമില്ലല്ലോ. 2 into 1 plus 1 3 വരെ കറക്റ്റ് ആണ്. സോ 10 minus 3 equal to 7 വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് എന്നിട്ട് എന്താ വരിക? ഇവിടെ ഏറ്റവും ആദ്യം അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക? ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റും ആദ്യത്തെ ടേം 3 ആണ്, രണ്ടാമത്തെ 7 ആണ്, അടുത്തത് 3 4 7 7 4 11 11 4 15 ആ രീതിയിലാണ് വരിക. എന്ന് പറഞ്ഞാൽ 4 ആണ് ഇവിടെ എന്ത് വരിക? കോമൺ ഡിഫറൻസ് വരിക. 3നോട് നമുക്ക് പറയാൻ പറ്റും എന്ത്? 4 കൂട്ടിയാലാണ് ഇവിടെ എന്ത് വരിക? 7 വരിക. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യണ എന്താ? 4 ആണ് അല്ലേ? സോ 4 പ്ലസ് 4 മൈനസ് ആക്ച്വലി എന്താ വരിക? 4 മൈനസ് എന്നിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ xnന്റെ ഇക്വേഷൻ എന്താ വരിക? ജസ്റ്റ് മൈൻഡിൽ കിട്ടുന്നതിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. xn ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും? xn ഈക്വൽ ടു f മൈനസ് ഡി പ്ലസ് dn വിച്ച് ഇസ് ഈക്വൽ ടു 3 മൈനസ് 4 പ്ലസ്
എന്താണ് ഡി? 4 അല്ലേ? 4n which is equal to 4n minus 1. This is the equation. അപ്പോൾ n-ന് 1 കൊടുത്താലോ 4n minus 1 4 minus 1 3 വരും. n-ന് 2 കൊടുത്താൽ 8 minus 1 7 വരും. ആ രീതിയിൽ വരും. സോ 4n minus 1 എന്നുള്ളതാണ് ഇവിടെയുള്ള nth ടേമിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഉള്ള ഫ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ 21 നോക്കിയേ. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സംസ് ഓഫ് ദി ഫോളോയിങ് അരിത്മെറ്റിക് സീക്വൻസസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എന്താ പറയുക, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് 51, 52, 53. ഇതിൻ്റെ സമ്മ് എന്താണെന്ന് മനസ്സ് കാണാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമും അറിയാം, അതേപോലെ തന്നെ ലാസ്റ്റ് ടേമും അറിയാം അല്ലേ? അപ്പൊ നമുക്ക് SN എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 51 മുതൽ 70 വരെ എത്ര ടേം ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അല്ലെ? 51 മുതൽ 60, 60 മുതൽ 70 അല്ലെ? 20 ടേം ആണുള്ളത് അല്ലെ? സോ 70 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 20 കിട്ടും അല്ലെ? സോ അതാണ് ഇവിടെയുള്ള നമ്പർ ഓഫ് ടേംസ്. കാരണം 51 മുതൽ 70 ഇൻക്ലൂസീവ് ആയിട്ടാണ് വരുന്നത്. സോ 20 ടേംസ് ആണ് അവിടെ ഉണ്ടാവുക അല്ലെ? സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയേ ആൻസർ ആയിട്ട് എസ് ഇവിടെ നമുക്ക് 20 ടേംസ് ആണുള്ളത്. സോ യു ക്യാൻ റൈറ്റ് 20 ഹിയർ. 20 എന്ന് എഴുതാം. ഈക്വൽ ടു 20/2 ഇൻറ്റു 51 പ്ലസ് 70. സോ നമുക്ക് ആൻസർ കിട്ടി. എന്താ ആൻസർ? മൈൻഡ് കാണാൻ പറ്റും, അത്രയും സിമ്പിൾ. അതാണ് കാൽക്കുലേറ്റ് ഇൻ ഹെഡ്, മൈൻഡ് കാണാന്നൊക്കെ പറഞ്ഞത്. 51ഉം 70ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 121 ആണ് വരിക. ഈ 121 ഇൻറ്റു 10 എത്ര? 1210. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു അല്ലെ? അതാണ്, അത്ര ഈസിയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 121 ഈസ് ഈക്വൽ ടു 1110. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിപ്പം 1, 1.5, 2.5 അല്ലെങ്കിൽ 12.5, 1.5, 2.5 ഇതൊന്നും കണ്ട ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു 1.5 ആണ്. അതേപോലെ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.5നോട് 1 കൂട്ടിയാലാണ് 2.5 കിട്ടുക അല്ലേ? സോ ഡി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആ വരിക അല്ലേ? സോ 1.5 അതേപോലെ തന്നെ 2.5 ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 ആണ് വരിക. ഓക്കെ, നൗ ഇതിലിപ്പോ എത്ര ടേം ഉണ്ട്? 1.5, 2.5, 3.5, 4.5, 1, 2, 12 ടേം ഉള്ളത് അല്ലെ? 12 ടേം അല്ലേ ഉള്ളത്? സോ നമുക്ക് പറയാൻ പറ്റുന്നത് S12 ആണ് അല്ലെ? 12 ടേം ആണുള്ളത്. 1, 2, 3 ആ ഒരു ഓർഡറിലാണ് പോകുന്നത് അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? 12/2 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇതേ ചെയ്യാനുള്ളൂ. അപ്പൊ ഇവിടെ 12 അരയും 13, 13 14 അല്ലെ? സോ 14/2 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 12 ആണ് ആൻസർ. ജസ്റ്റ് മൈൻഡ് കാണാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12/2 ആദ്യം കാണാം, 6 വരും. എന്നിട്ടോ 1.5, 1.5ഉം 12.5 ആഡ് ചെയ്ത് എത്രയാ? 13ഉം 14 അല്ലെ? 6 ഇൻറ്റു 14 ചെയ്താൽ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 14 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 84. 14, 5, 70, 70ഉം 14, 84, 84 വരും. മൈൻഡ് കാണാവുന്നതേ ഉള്ളൂ. അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Now let's move to the next question. 22. Prove that the sum of any number of terms of the arithmetic sequence 16, 24, 32. അപ്പോൾ 16, 24, 32, etc. Starting from the first added to 9 gives a perfect square. ഇതിന്റെ സം എടുത്തിട്ട് അതിനോട് 9 ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം എന്നാണ് പറഞ്ഞത്. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറെ പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പൂർണ്ണവർഗമാണെന്ന് സമർത്ഥിക്കുക. ഇതാണ് ചോദ്യം അല്ലെ? സോ നമുക്ക് ഏറ്റവും ആദ്യം ഇതില് സം ഓഫ് എനി നമ്പർ ഓഫ് ടേംസ്, നമുക്കിത് n ടേംസ് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ട് അതിന്റെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യാം. എന്നിട്ട് അതിനോട് 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയണം. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. സോ ഏറ്റവും ആദ്യം ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും f ഈക്വൽ ടു x1 അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ഈക്വൽ ടു 16,
ഡി ഈക്വൽ ടു എന്താ വരിക 16 8 ആണ് 24 അല്ലേ 16 8 24 ഡി ഈക്വൽ ടു 8 വരും. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ SN ഈക്വൽ ടു n/2 ഇൻറ്റു എന്താ വരിക ഫസ്റ്റ് ടേം 16 പ്ലസ് 16 പ്ലസ് n-1 ഇൻറ്റു 8 ഇതാണ് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഇവിടെ 16 16 32 അല്ലേ 32 പ്ലസ് 8n മൈനസ് 8 ഇങ്ങനെ വരും. ദിസ് ഇസ് ഈക്വൽ ടു 32 മൈനസ് 8 എത്രയാ 24 അല്ലേ 24/2 12 വരും. സോ n/2 ഇൻറ്റു 32 മൈനസ് 8 എത്രയാ 32 മൈനസ് 8 24 അല്ലേ. സോ ഫുൾ ആദ്യം അതേപോലെ എഴുതാം എന്നിട്ട് ബൈ 2 ചെയ്യാം 24 പ്ലസ് 8n വരും. ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക ജസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് n into 12 plus 4n n into 12 plus 4n. So this is equal to 4n square plus 12n ഇതാണ് വരിക. അപ്പൊ ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്നാണ് പറയുന്നത്. അത് കിട്ടുമോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ അതിനോട് എന്തുകൂടി ആഡ് ചെയ്യണം ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള 9 എന്ന് പറയുന്ന നമ്പർ കൂടി ആഡ് ചെയ്യണം. സോ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ കൂടെ 9 ആഡ് ചെയ്യുക. ഇഫ് 9 ആഡഡ് ടു ഇറ്റ് then സം ഈക്വൽ ടു അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം ടേംസ് ഒക്കെ എഴുതുക എന്നിട്ടോ SN സമ്മിന്റെ ഇക്വേഷന് സം അതേപോലെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക 9 ഇതിനോട് ആഡ് ചെയ്താൽ ഇതിന്റെ തുകയോട് ആഡ് ചെയ്താൽ തുകയോട് കൂട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇത് എഴുതുക. ദിസ് ഇസ് ഈക്വൽ ടു 4n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 9. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ഫോം ആണല്ലോ അല്ലേ. 2n സ്ക്വയർ 4n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 9 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ 2n ദ ഹോൾ സ്ക്വയറാ മൂന്നാമത്തെ നമ്പർ 3 സ്ക്വയറാ. അപ്പം മിക്കവാറും 2n പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ 2n പ്ലസ് 3 എന്ന് പറയുമ്പോൾ 2ab എന്ന് പറയുമ്പോൾ 2 2 4 3 12 കറക്റ്റ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റുന്നത് 2n പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. കണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയത് എക്സ്പാൻഡ് ചെയ്ത് നോക്കി a പ്ലസ് ബി ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ab 12 വരും ബി സ്ക്വയർ 9 a സ്ക്വയർ എന്ന് പറയുമ്പോൾ 4n സ്ക്വയർ ഒന്നും ഒരു പ്രശ്നവുമില്ല അല്ലെ. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ദിസ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം ഡൺ ആണ്. ദിസ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ 23-ാമത്തെയും 24-ാമത്തെയും ക്വസ്റ്റ്യൻ 23 24 ഇത് എക്സാമിന് ഇങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ബട്ട് എന്നാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് മാത്രം എടുത്തതാണ് കേട്ടോ. സോ ഇവിടെ റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഇൻ ദ പാറ്റേൺ ബിലോ കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് ദി 20th ലൈൻ. ആദ്യം ഈ ബാക്കിയുള്ള 2 ലൈൻ എഴുതാനാ പറഞ്ഞത്. 4 ഇവിടെ എന്താ ആഡ് ചെയ്യണേ 3 അല്ലേ 7 6 ആഡ് ചെയ്തു, ഇവിടെ 9 ആഡ് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ എന്താ ആഡ് ചെയ്യുക നിങ്ങൾ പറയൂ 3 6 9 അടുത്തത് എന്താ വരിക 12 വരിക അല്ലെ. പിന്നെ അതേപോലെ ഇവിടുന്ന് അങ്ങോട്ടോ 15 ആണ് വരിക അല്ലെ. സോ ഈ 3 6 9 10 എന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്യുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസാ 3 6 9 12 15 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 22 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും 22 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക 34 ആ വരിക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നിങ്ങൾ നോക്കിയേ 7 3 10 13 3 16 16 3 19 22 3 25 3 28 3 31 എല്ലാം 3 ആണ് അല്ലെ. സോ 34 കഴിഞ്ഞാൽ 37 40 അതേപോലെ 43 പിന്നെ അതേപോലെ തന്നെ എന്താ വരിക 46 വരും, ഒരു നമ്പർ കൂടി വരണം അല്ലെ. പിന്നെ അതേപോലെ തന്നെ 46 കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെയുള്ള 34 നോക്കിയാൽ മതിയല്ലോ. 34 പ്ലസ്
10 44 44 പ്ലസ് 5 അല്ലേ 44 പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51 വരും അല്ലേ സോ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം 31 31ഉം 3ഉം 34 19 പ്ലസ് 3 22 25 28 31 പ്ലസ് 3 34 ഇത് നേരെ ഇങ്ങനെ എഴുതിയാലും മതി അല്ലേ 34 പ്ലസ് 3 37 37 പ്ലസ് 3 40 43 അതേപോലെ 46 കഴിഞ്ഞാൽ പോസിബിളി 49 ആണല്ലോ വരിക എന്തോ മിസ്റ്റേക്ക് വന്നോ 34 34ഉം 10 44ഉം 5ഉം 49 കറക്റ്റ് തന്നെയാണ് അല്ലേ സോ 34നോട് 15 ആഡ് ചെയ്താലും 49 ആണ് വരെ പ്രശ്നമല്ല സോ ഈ ഒരു പാറ്റേൺ എന്തിനാ ഇവിടെ എഴുതിയത് എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള 20th ലൈൻ കാണാൻ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ എഴുതിയത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി പോയാൽ മതി ഒരു കുഴപ്പമില്ല സോ ഇവിടെ 49 വരും പിന്നെന്താ പറയാ 52 വരും 55 വരും 58 അതേപോലെ 61 64 ഇതാണ് നെക്സ്റ്റ് 2 ലൈന് അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് 20th ലൈനാണ് അല്ലേ 20th ലൈൻ എങ്ങനെ 20th ലൈന് കാണാം ഇവിടെയുള്ള ഫസ്റ്റ് ലൈന് നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും 4 ആണ് ആദ്യത്തത് അല്ലേ പിന്നെ അതേപോലെ തന്നെ അടുത്ത ലൈനോട് 3 ആഡ് ചെയ്തു അടുത്ത ലൈനോട് 6 ആഡ് ചെയ്തു അടുത്ത ലൈനോട് 9 ആഡ് ചെയ്തു ആ രീതിയിലാണ് പോണത് അല്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഈ ഫസ്റ്റ് ലൈനാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് നമ്മളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് ദി 20th ലൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പറയാ ഫസ്റ്റ് ടേം ഓഫ് 20th ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈനിലുള്ള ഫസ്റ്റ് ടേം എങ്ങനെയാ നമ്മൾ കാണുക രണ്ടാമത്തെ ലൈനിലുള്ള ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ടേം എടുത്താൽ മതി അല്ലേ ഇനി അതേപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ ടേം വേണമെങ്കിലോ നിങ്ങൾ ഈ ഒരു ഇത് എടുത്താൽ മതി അല്ലേ സോ നമുക്ക് പറയാൻ പറ്റും ഇൻ ദിസ് വേ 20th ലൈൻ ഫസ്റ്റ് ടേം 20th ലൈൻ ഫസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ 20th ലൈൻ ഫസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ലൈനിൽ കുഴപ്പമില്ല രണ്ടാമത്തെ ലൈനിൽ ഇവിടെ 1 എടുക്കുക മൂന്നാമത്തെ ലൈനിൽ എന്ത് ചെയ്യണം ഈ ഒരു 2 എടുക്കണം കാരണം എന്താ 4 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 അതേപോലെ 3 2 6 അല്ലേ 6 3 9 9 4 13 നോക്കി 3 നമ്പർ ആഡ് ചെയ്ത് നോക്കി 13 കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോ ഇവിടെ നമുക്ക് എത്ര ടേം ഉണ്ട് നമ്മൾ ഈ n-1 × t പറയുന്നില്ല അതേ പാറ്റേണിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ 20th ലൈൻ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 4 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 19 അതാണ് വരിക 19 ആണ് വരിക അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് 3 ഇൻറ്റു ഇവിടെ 1 to 90 നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക n ഇൻറ്റു n പ്ലസ് 1/2 ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോ ദിസ് ഇസ് n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ ഇതും കട്ടാവും ഇവിടെ 10 വരും അല്ലേ സോ ദിസ് ഇസ് 4 പ്ലസ് 10 ഇൻറ്റു 19 അല്ലേ 190 ഇൻറ്റു 3 വരും പ്ലസ് 4 വരും സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 3 19 അല്ലേ 20 60 57 574 574 വരും സോ ദിസ് ഇസ് 3 19 അല്ലേ 20 60 ഒരു 57 570 574 വരും 574 വരും അപ്പോൾ നമ്മൾ 20th ലൈനിലുള്ള ഫസ്റ്റ് ടേം ആണ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ത് 574 അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏത് ടേം ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു 1 2 3 4 5 6 ആറാമത്തെ ലൈനിൽ 49 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ആറാമത്തെ ലൈനിൽ 49 ആണോ എന്ന് ചെക്ക് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ 4 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 1 മുതൽ 5 വരെയുള്ള സം എങ്ങനെ വരും 5 ഇൻറ്റു 6 30/2 15 വരും 15 ഇൻറ്റു 3 45 പ്ലസ് 4 49 കറക്റ്റ് ആണ് വരിക സോ ഈ സമ്മ് കാണാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 6/2 5 ഇൻറ്റു 3 15 വരും അതേപോലെ ഇവിടെ 19 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് 19 ഇൻറ്റു 20/2 19 ഇൻറ്റു 10 190 190 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 570 വരും 574 വരും പ്രോബ്ലം ഡൺ ആണ്
ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് ടേം കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവസാനത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 ടേം കാണുന്നുണ്ട്, മൂന്നാമത്തെ ലൈനിൽ 3 ടേം കാണുന്നുണ്ട് അല്ലേ. സോ നാലാമത്തെ ലൈനിൽ 4 ടേം. അങ്ങനെ 20th ലൈനിൽ നമുക്ക് എത്ര ലൈൻ കാണണം, 20th ലൈനിൽ എത്ര നമ്പർ കാണണം, 20 നമ്പർ കാണണം അല്ലെ. സോ നമുക്ക് ലാസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിൽ 20th ലൈനിൽ 20 ടേം ആണുള്ളത് അല്ലെ. സോ 20 ടേം ആണുള്ളത്. അപ്പൊ ലാസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഇപ്പോ രണ്ടാമത്തെ ലൈനിൽ നമുക്ക് ഒരു പോയിന്റ് കൂടി കാണുന്നുണ്ട്, അതിനോട് ഒരു 3 ആഡ് ചെയ്താൽ മതി. മൂന്നാമത്തെ ലൈനിൽ 2 നമ്പർ കാണുന്നുണ്ട്, അവസാനത്തെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 13 + 2 × 3 6 ആഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു എന്താ വരിക, 20 ടേം ആണുള്ളത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് 574 പ്ലസ് എന്താ പറയാ, ഇവിടെ 20 ടേം ഉണ്ടെങ്കിൽ അതിൽ 19D ആഡ് ചെയ്യണം, 19 × 3 ആഡ് ചെയ്യണം. ബിക്കോസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് ഇവിടെ 34, 3, 37, 22, 3, 25, 13, 3, 16 ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. സോ 3 ടേം ഉണ്ടെങ്കിൽ 13നോട് 2 3 ആഡ് ചെയ്താൽ 19 കിട്ടും. 4 ടേം ഉണ്ടെങ്കിൽ ഇവിടെ 3 9 ആണ് ആഡ് ചെയ്യേണ്ടത്, 22, 9, 31 ആ രീതിയിൽ. അപ്പൊ ഇവിടെ 20 ടേം ഉണ്ടെങ്കിൽ 19 പ്രാവശ്യം 3 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 57 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 574 + 3 19 എന്ന് പറഞ്ഞാൽ 57 ആഡ് ചെയ്യണം അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 574 + 3 19 57. സോ 4 7 11, ബാക്കി 1 വരും, 5 7 12 1 13, ബാക്കി 631. 631 ആയിരിക്കും ആൻസർ വരിക. 4 7 11 1, ബാക്കി 1, 7 5 12 1 13, 3 ബാക്കി. ഓക്കെ, 631 വിൽ ബി ദ ലാസ്റ്റ് ടേം. ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത്. ഇനി ഇതേപോലെ ഇത് ഇങ്ങനെ എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്, ഇങ്ങനെ ഇതൊക്കെ തന്നിട്ട്. ബട്ട് സ്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു പാറ്റേണിൽ ചെയ്യാൻ പറ്റും. ഇനി അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10, പിന്നെന്താ വരിക 11 12 13 14 15, ഇനി അതേപോലെ തന്നെ 16. ഇത് 1ന്റെ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ഇതിൽ ചോദിച്ചത് റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദി പാറ്റേൺ ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. 16 17 18 19 20 21 ഈ രീതിയിൽ വരും അല്ലെ. പിന്നെ റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേംസ് ഓഫ് ദി 10th ലൈൻ. 10th ലൈൻ കാണാൻ ഒരു പണിയില്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് 1 + 1 ആണ് അല്ലെ. പിന്നെ അതേപോലെ 2 + 2 ആണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 3 ആണ് ആഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ 4 ആണ് ആഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ 5 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതേ പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സംഭവം ചെയ്താൽ മതി. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാണ്. കാരണം ഇതേപോലെയുള്ള ഇതിനേക്കാൾ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ഒറ്റ പ്രോബ്ലം കൂടിയാണ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒറ്റ പ്രോബ്ലം കൂടിയാണ് ചെയ്യാനുള്ളത്. അതോടുകൂടി എന്തായിട്ടുണ്ട്, ഈ ചാപ്റ്റർ തീർന്നു എന്ന് പറയാം. അപ്പൊ ഇതിൽ പറയുന്നത് റൈറ്റ് 3 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് 30 ആസ് എ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. അപ്പോൾ ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ് 30 കിട്ടണം അല്ലെ. സോ 5 ടേം ഉണ്ട് അല്ലെ. സോ 5 ടേം ഉണ്ടാവുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ x - 2d x - d x x + d x + 2d be the terms. ഇതെങ്ങനെ എഴുതിയത്, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടേം ആകുമ്പോൾ നമ്മൾ എന്താ എടുക്കുക, x - d x x + d അല്ലെ. 5 ടേം ആകുമ്പോഴും മിഡിൽ എന്ത് തന്നെ എടുക്കുക, മിഡിൽ x ആണ് എടുക്കുക അല്ലെ. ആ രീതിയിൽ എടുക്കുക. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് സം ആസ് 30, ആദ്യ 5 പദങ്ങളിലെ തുക 30 ആകുന്ന 3 സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, if we add all this, ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം, പ്ലസ് 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 പ്ലസ്. സോ നമുക്ക് പറയാൻ പറ്റും എന്ത്, 5x ഈസ് ഈക്വൽ ടു എന്താ വരിക, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, 30 കിട്ടും. ദാറ്റ് മീൻസ് x ഈക്വൽ ടു 6 കിട്ടും. ഇതാണ് എന്ത്, മിഡിൽ ടേം 6 ആണ്. ഇനി നമ്മളോട് 3 എണ്ണം ചെയ്യാനല്ലേ പറഞ്ഞത്. ഇഫ് d ഈക്വൽ ടു 1 നമ്മൾ കൊടുക്കുക, d 1 ആണെങ്കിൽ എന്താ വരിക, ആദ്യത്തെ ടേം x - 2d എന്ന് പറഞ്ഞാൽ x - 2, 6 - 2 എത്ര വരിക, 6 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ഏറ്റവും ആദ്യം 6 - 2 എന്ന് പറയുമ്പോൾ എന്താ വരിക, 4 വരും. പിന്നെ അതേപോലെ 6 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വരും.
പിന്നെ അടുത്ത് 6 വരും, അടുത്ത് 7 വരും, അടുത്ത് 8 വരും. പ്രോബ്ലം ഡൺ. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 4 8 12 12 12 24 6 30. കറക്റ്റ് അല്ലേ? സമ്മ് 30. ഇനി അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡി ഈക്വൽ ടു എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഇവിടെ മിഡിൽ ടേം എന്ത് വരും? 6 തന്നെ വരും. ഇനി അതിന്റെ മുമ്പുള്ള ടേമോ 4 ആ വരിക. അതിന്റെ മുമ്പുള്ള ടേമോ ഇവിടെ 2 ആണ് വരിക. 6 മൈനസ് 2 2 4 അല്ലെ. പിന്നെ അടുത്തത് 8 വരും, അടുത്തത് 10 വരും. 12 12 24 6 30. രണ്ടാമത്തതും ആയി. ഇനി അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി എഴുതാനല്ല, അത് നമുക്ക് ഇവിടെ എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡി ഈക്വൽ എന്ത് കൊടുക്കുക? ഡി ഈക്വൽ ടു 3 കൊടുക്കുക. അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? മിഡിൽ ടേം 6. അതിന്റെ മുമ്പത്തത് 6 മൈനസ് 3 വരും. ഇവിടെ 9 വരും. അപ്പോ 6 മൈനസ് 2 ഇൻറ്റു 3 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 0 വരും. ഇവിടെയോ? ഇവിടെ 12 വരും. ഇതോടുകൂടി എന്തായിട്ടുണ്ട്? നമ്മുടെ ലാസ്റ്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈൻഡ് ദ സം ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ഓക്കെ. ഒറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അല്ലേ? 26 ഒറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ വിചാരിച്ചു തീർന്നു എന്ന്. ഒറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. 9ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ ഏറ്റവും ആദ്യം ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ which is a multiple of 9. ഏതാ എന്ന് പറയാം? മലയാള മീഡിയത്തിൽ എങ്ങനെ പറയാൻ പറ്റും? ആദ്യത്തെ 3 അക്ക സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആയുള്ള ആദ്യത്തെ 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 108 ആണ് വരിക. അപ്പൊ അത് നിങ്ങൾ ആദ്യം എഴുതാം, 108. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് അവസാനത്തത് എന്താ വരിക? ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ as a multiple of 3, multiple of 9, 999. ഇതല്ലേ വരിക? 999 അല്ലേ വരിക? അല്ലേ? സോ 111 × 9 ആണ് അത് വരിക അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും SN is equal to ആദ്യത്തത് 108 പ്ലസ് 9 117 പ്ലസ് 9 126 പ്ലസ് പോയി ലാസ്റ്റ് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ എത്ര ടേം ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. എത്ര ടേം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. സോ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് n ഈസ് ഈക്വൽ ടു 999 മൈനസ് 108 ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടെയുള്ള കോമൺ ഡിഫറൻസ്? 9 അല്ലേ? 9 പ്ലസ് 1 എന്നുള്ളതാണ് ഫോർമുല. സോ 999 മൈനസ് 108 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 9 മൈനസ് 1 8 വരും, 9 വരും, ഇവിടെ 1 വരും അല്ലേ? 9 9 8 പോയി കഴിഞ്ഞാൽ 1, 9 0 പോയാൽ 9, 9 1 പോയാൽ 8, 891 by 9 plus 1 which is equal to 88 9 80 actually 9 into എത്രയാണ് 89? 9 into 10 ആണ് 90 വരും അല്ലേ? 9 into 9 എന്ന് 9 into actually 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 ആണ്. സോ ഇവിടെ നമുക്ക് 9 വരും. ബാക്കി 81ൽ ബാക്കി എത്ര ഉണ്ടാവും? 81 കഴിഞ്ഞാൽ ബാക്കി 81 വരും അല്ലേ? സോ നെക്സ്റ്റ് എന്താ പറയാ? 89ൽ നമുക്ക് പറയാൻ പറ്റുന്നത് 9 ആണ് വരിക. പിന്നെ അതേപോലെ തന്നെ ബാക്കി 81 ഉണ്ട്. അപ്പൊ അത് എത്ര വരിക? 9 ആണ് വരിക. ഓക്കെ. സോ 99 വരും. അപ്പോൾ 100 into 9 ആണെങ്കിൽ 900 വരും. ഓക്കെ. 99 plus 1 എന്ന് വരും. 99 plus 1 is equal to 100. മൊത്തത്തിൽ 100 ടേം ആണ് ഇവിടെ ഉള്ളത്.
അപ്പൊ ആ 100 ടേമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സമ്മ് കാണണം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുക? S100, 100 ടേമിന്റെ തുക S100. ദിസ് ഇസ് ഈക്വൽ ടു 100/2 ഇൻറ്റു ഫസ്റ്റ് ടേം 108 പ്ലസ് ലാസ്റ്റ് ടേം 999. ഇത് ചെയ്താൽ പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ LCM എടുത്തും ചെയ്യാട്ടോ. 891 പ്ലസ് 1 ഇൻറ്റു 9, 900/9, ഒറ്റയടിക്ക് 100 കിട്ടും. അങ്ങനെയും ചെയ്യാം. സോ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. സോ ഇതെങ്ങനെ വരിക? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? ഇവിടെ 108 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 9 കിട്ടും, 17, 7 സിസ്റ്റം 1, 9 0 9 1 10, ബാക്കി 1 വരും. 1 9 10, 10 എന്ന് പറയുമ്പം 11, 1107 വരും അല്ലേ? ഓക്കെ, 1107 വരും അല്ലേ? ഇൻറ്റു എന്താ വരിക? ഇൻറ്റു 50 എന്നുള്ള നമ്പറാണ് നമുക്ക് ചെയ്യേണ്ടത്. 1107 ഇൻറ്റു 50, ഇതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമുക്ക് ഈ സമ്മിന്റെ ആൻസർ കിട്ടും. അതുകൂടി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 1000 ഇൻറ്റു 107, 1107 ഇൻറ്റു 50 ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ മാറ്റി ഇവിടെ എഴുതാം. 1107 ഇൻറ്റു 5, 7 5 35, ബാക്കി 3, 5 0, ബാക്കി 3, 5535 അല്ലേ? അപ്പോൾ 1100 ഇൻറ്റു 5, 1000 ഇൻറ്റു 5 5000, 5500, 5535 കറക്റ്റ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 55350. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് അടക്കം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം xn ഈക്വൽ ടു എന്താ പറയാ? f പ്ലസ് n-1 ഇൻറ്റു d. ഇതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് വേറെയും ഫോർമുല എഴുതാം. ഫോർ എക്സാമ്പിൾ xn ഈക്വൽ ടു f മൈനസ് d പ്ലസ് dn, വേറൊരു ഇക്വേഷൻ. പിന്നെ അതേപോലെ Sn ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എഫിന് പകരം x1 എഴുതാം, ലാസ്റ്റ് ടേം x2 എന്ന് എഴുതാം. ഇനി സോറി x2 അല്ല xn എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇവിടെ xn പകരം എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ ഫോർമുല കൊടുക്കാൻ പറ്റും. അപ്പൊ അത് രണ്ടാമത്തെ ഫോം. ഈ രണ്ട് ഫോമാണ് ബേസിക്കലി നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് എന്ത്? ഇവിടെ എന്താ പറയുക? ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ വ്യത്യാസം, അതേപോലെ സ്ഥാനങ്ങളുടെ ഡിഫറൻസ്, പൊസിഷൻ ഡിഫറൻസ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഫോർമുലയാണ് അല്ലെ. പിന്നെ അതേപോലെ തന്നെ എന്നിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഒരു ഫോർമുല ഉണ്ട് അല്ലെ. എന്താണ്? ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ ഡി പ്ലസ് 1 എന്നുള്ളത് യൂസ് ചെയ്യാം അല്ലെ. ഏത് ടേമിൻ്റെതും ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്ര മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക? ഇതിലുള്ള പ്രോബ്ലംസ്, ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിൽ പറഞ്ഞ ഫോർമുല മാത്രം യൂസ് ചെയ്ത് ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അത്ര മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം.